സുരക്ഷിതത്വം സ്ത്രീകൾക്ക് എന്തായാലും വേണം. ഇപ്പോൾ ഒരു സർക്കാരിന് എടുത്ത് പറയുന്നത് ഏത് സർക്കാരായാലും സുരക്ഷിതത്വം ഉള്ളത് എല്ലാവർക്കും വേണ്ട കാര്യമാണ്. അല്ല, അങ്ങനെ ആ വിധം ഒരു സേഫ്റ്റി റെയിൽവേയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ വിധം പെൺകുട്ടികൾക്ക് ഇങ്ങനെ സംഭവിക്കില്ല. സ്ത്രീകൾക്ക് ഇപ്പോൾ സുരക്ഷിതം കുറവാണ്. കേൾക്കുന്ന കാണുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞ പേടി തോന്നാം. എവിടെ നിന്നാലും നമ്മളെ സേഫ്റ്റി അല്ല. ദീർഘദൂര യാത്രയ്ക്ക് നമ്മൾ ജനങ്ങളെല്ലാവരും തിരഞ്ഞെടുക്കുന്നതാണ് ട്രെയിൻ യാത്രയാകുമ്പോൾ ഒന്ന് റെസ്റ്റ് എടുത്തൊക്കെ പോകാം എന്നുള്ള ഒരു ചിന്തയിലായിരിക്കാം എല്ലാവരും ട്രെയിൻ യാത്ര തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ ഇന്ന് ട്രെയിൻ യാത്ര സ്ത്രീകൾക്ക് എത്രത്തോളം സുരക്ഷിതമാണെന്ന് ചോദിച്ചാൽ എത്രമാത്രം സുരക്ഷിതമാണെന്ന് നിങ്ങൾ വാർത്തകളിലൂടെ അറിഞ്ഞു കാണുമല്ലോ അല്ലേ. ഒരിക്കൽ നമ്മളെല്ലാവരും ഒരുപാട് വേദനിക്കുകയും വിഷമിക്കുകയും ഒക്കെ ചെയ്ത ഒരു സംഭവമാണ് ഗോവിന്ദചാമിയുടെ ആ ഒരു വിഷയം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ പെൺകുട്ടിയുടെ ഓർമ്മകൾ ഇന്നും നമ്മുടെ മനസ്സിനകത്തുണ്ട്. പക്ഷേ അത്തരത്തിലൊരു ദുരന്തം ഇനിയും ഉണ്ടാകരുത് എന്നുള്ളതായിരുന്നു എല്ലാവരുടെയും അന്നത്തെ അഭിപ്രായം. സർക്കാരും അതുതന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വീണ്ടും ഒരു പെൺകുട്ടിക്ക് നേരെ അത്തരത്തിലല്ലെങ്കിൽ വേറൊരു തരത്തിലുള്ള ഒരു ആക്രമണമാണ് ഉണ്ടായിരിക്കുന്നത് ട്രെയിനിൽ നിന്നും. ഇത്തരത്തിൽ ഇങ്ങനെ സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന ഈ ആക്രമണങ്ങൾക്ക് എന്തെങ്കിലും ഒരു ശാശ്വതമായ ഒരു പരിഹാരം ഏതെങ്കിലും ഒരു സർക്കാരിന് നേടിക്കൊടുക്കാൻ കഴിയുമോ എന്നാണ് ഇപ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ ചോദിക്കുന്നത്. കാരണം എല്ലാ സർക്കാരും പറയുന്നത് സ്ത്രീകളെ സംരക്ഷിക്കും, സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സംരക്ഷണം ഒരുക്കുമെന്നാണ്. പക്ഷേ എവിടെയും ഈ വാക്കാലല്ലാതെ പ്രവൃത്തിയിൽ സ്ത്രീകൾക്ക് ഒരു സംരക്ഷണം ഒരുക്കുന്ന സർക്കാരിനെ ശരിക്കും കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. സ്ത്രീകൾക്ക് സുരക്ഷ ഒരുക്കുന്ന സർക്കാരാണെങ്കിൽ നമ്മുടെ ട്രെയിനിനകത്ത് ഓരോ ബോഗിയിലും ഓരോ പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ടാകണം. സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ തടയാനും അല്ലെങ്കിൽ അവർക്ക് സംരക്ഷണം ഒരുക്കിക്കൊണ്ട് ഓരോ ബോഗിയിലും ഓരോ പോലീസ് ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. മദ്യപിച്ച് വരുന്ന ആൾക്കാരെ അല്ലെങ്കിൽ ട്രെയിൻ യാത്രയിൽ നിന്നും ഒഴിവാക്കാനോ എന്ത് കാര്യത്തിനും അല്ലെങ്കിൽ എന്ത് ആവശ്യത്തിനും എന്ത് സഹായത്തിനും വേണ്ടിയിട്ട് ഓരോ ബോഗിയിലും ഓരോ പോലീസുകാരുണ്ടെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥർ, അത് പെൺ പോലീസ് ആവട്ടെ ആൺ പോലീസ് ആവട്ടെ ഏതാണെന്നുണ്ടെങ്കിലും ഉണ്ടാകുന്നത് അത്രയും സുരക്ഷിതമായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതേ അഭിപ്രായം തന്നെയാണ് സാധാരണക്കാരായ ജനങ്ങൾക്കുമുണ്ടത്. അല്ലാതെ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തൊരു 4-5 പോലീസുകാർ കാവൽ നിന്നിട്ടൊന്നും സ്ത്രീകൾക്ക് സുരക്ഷിതമാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലുമല്ല. ഇനി സർക്കാർ ഇനിയെങ്കിലും കണ്ണു തുറന്ന് ഇത്തരത്തിലുള്ള ഒരു ദുരന്തങ്ങൾ പെൺകുട്ടികൾക്ക് നേരെ ഉണ്ടാകാതിരിക്കാനുള്ള എന്തെങ്കിലും ഒരു സുരക്ഷ ഒരുക്കണമെന്നാണ് എനിക്കും അല്ലെങ്കിൽ ഞങ്ങൾക്കും സാധാരണക്കാർക്കും സർക്കാരിനോട് പറയാനുള്ളത്. ഇപ്പോൾ ഇടയ്ക്കൊരു വിഷയം അറിഞ്ഞല്ലോ, ഒരു പെൺകുട്ടിക്ക് നേരെ ഉണ്ടായ ആക്രമണം. അപ്പോൾ റെയിൽവേയിൽ സ്ത്രീകൾക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ്, സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ന്യൂസ് വന്ന സ്ഥിതിക്ക് നമുക്കത് ഇല്ല എന്നാണല്ലോ അതിൻ്റെ. കാരണം ഗോവിന്ദചാമിയുടെ ഒരു വിഷയമൊക്കെ വന്നപ്പോഴത്തേക്ക് സർക്കാർ പറഞ്ഞത് ഒരുപാട് നിയന്ത്രണങ്ങളും അല്ലെങ്കിൽ സുരക്ഷിതമായ മാർഗം, പക്ഷെ ഒന്നും കാണുന്നില്ല എന്നുള്ളതല്ലേ സത്യം. സ്ത്രീകൾക്ക് നേരെ വീണ്ടും ആക്രമണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത് എന്നുള്ളത്? സുരക്ഷിതത്വം വേണം ഇപ്പോഴും, അതാണ് പറയാൻ. കാരണം ദൂരയാത്രയ്ക്ക് എല്ലാവരും തിരഞ്ഞെടുക്കുന്നത് ട്രെയിനാണ് അല്ലേ. അപ്പോൾ കൂടുതൽ ഇത്രയും കേന്ദ്ര സർക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലൊരു കാര്യമായിട്ട് തോന്നി അവർക്ക് ചെയ്യേണ്ടതല്ലേ എന്നുള്ളതാണ്. നോർമലി നോക്കുമ്പോൾ സുരക്ഷിതത്വം സ്ത്രീകൾക്ക് എന്തായാലും വേണം. ഇപ്പോൾ ഒരു സർക്കാരിന് എടുത്ത് പറയുന്നത് ഏത് സർക്കാരായാലും സുരക്ഷിതത്വം ഉള്ളത് എല്ലാവർക്കും വേണ്ട കാര്യമാണ്. സർക്കാരിനെ മോശക്കാരാക്കാനോ അല്ലെങ്കിൽ നാട്ടുകാരെ മോശക്കാരാക്കാനോ അങ്ങനെയല്ല പറയുന്നുണ്ട്. സുരക്ഷിതത്വം ആ സ്ത്രീകൾക്ക് ആവശ്യമാണ്. ട്രെയിനിൽ എങ്ങനെയുള്ള സുരക്ഷിതത്വമാണ് മാഡത്തിൻ്റെ അഭിപ്രായത്തിൽ? പ്രായം എന്ന് പറയുമ്പോൾ സ്ത്രീകൾ മാത്രമല്ല, മെയിൻലി കോമൺ പീപ്പിളിന് എല്ലാവർക്കും. ഇപ്പോൾ ഇതൊരു പുരുഷനായാലും സ്ത്രീ ആയാലും അയാൾ മദ്യപിച്ചതായാലും സ്ത്രീ ഒന്നും പുരുഷനൊന്നും നോക്കിയിട്ട് തള്ളിയിട്ടതാണ് ആ കുട്ടിയെ. അതുകൊണ്ട് എല്ലാവർക്കും സുരക്ഷിത ഉറപ്പാക്കേണ്ടത് ഏത് സർക്കാരിൻ്റെ ആയാലും ഏത് കാര്യം അവരുടെ ഉത്തരവാദിത്വം തന്നെ. അല്ല, ഓരോ ബോഗിയിലും പോലീസിന്റെ എന്തെങ്കിലും ഒരു മേൽനോട്ടം ഉണ്ടായിരിക്കുമെങ്കിൽ അല്ലേ? അതെ അത് വേണം, അത്യാവശ്യമുള്ള കാര്യമാണ്. അല്ല, അങ്ങനെ ആ വിധം ഒരു സേഫ്റ്റി റെയിൽവേയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ വിധം പെൺകുട്ടികൾക്ക് ഇങ്ങനെ സംഭവിക്കില്ല. അപ്പോൾ അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ അതിനുള്ള മാർഗനിർദ്ദേശം റെയിൽവേക്കാർ തന്നെ കണ്ടെത്തണം. യാത്രാമധ്യേ പെൺകുട്ടികൾക്ക് സംഭവിക്കുന്ന ഈ വിധമുള്ള ദുരാവസ്ഥ മാറാൻ എന്താണ് മാർഗമെന്ന് അതിനൊരു സേഫ്റ്റി കൊടുക്കുവാനുള്ള ഉത്തരവാദിത്തം റെയിൽവേക്കുണ്ട്. അപ്പോൾ അവരാണത് കണ്ടെത്തേണ്ടത്. അത് ഈ വിധം ഇന്നിപ്പോൾ നടപ്പിലാക്കുന്ന സംവിധാനം കൊണ്ട് ഒരു കുട്ടിയെ രക്ഷിക്കാൻ കഴിയുമെന്ന് ഒരു യാത്രക്കാരനായി എനിക്ക് തോന്നാൻ കഴിയുന്നില്ല. പോലീസിന്റെ സംരക്ഷണം എവിടെയെങ്കിലും കാണുന്നുണ്ടോ? പോലീസിന്റെ സംരക്ഷണം എന്ന് പറയുന്ന വണ്ടിക്കകത്താണ് ഇവർക്ക് സേഫ്റ്റി ഉണ്ടാകേണ്ടത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് തീരുമാനിക്കേണ്ടത് റെയിൽവേ ആണ്. ചെയ്യേണ്ടത്. അല്ല, റെയിൽവേ ഗേറ്റിന് പുറത്ത് വന്ന് പോലീസ് കാവൽ നിന്നിട്ട് യാതൊരു കാര്യമില്ല. റെയിൽവേയുടെ പുറത്തോ അല്ലെങ്കിൽ മറ്റുള്ള ഭാഗങ്ങളിലോ പാളയത്തിലോ റെയിൽവേ പോലീസ് കാവൽ നിന്നതുകൊണ്ട് വണ്ടിക്കകത്ത് നടക്കുന്ന ക്രിമിനൽ കുറ്റവാളിയെ പിടിക്കാനോ കുട്ടിയെ രക്ഷിക്കാനോ കഴിയില്ല. അപ്പോൾ ആ വിധം ഒരു മാർഗം
റെയിൽവേ കണ്ടെത്തി നടപ്പിലാക്കണമെന്നാണ് എനിക്ക് വിനീതമായ റെയിൽവേയോടും അഭ്യർത്ഥിക്കുവാൻ. കാരണം ഒന്നല്ല, ഇത് ഒരുപാട് പെൺകുട്ടികൾക്ക് ഇങ്ങനെയുണ്ട്. ഇത് നമ്മൾ പുറത്തറിയുന്ന വിഷയങ്ങൾ, അറിയാത്ത ഒരുപാട് വിഷയങ്ങൾ അതിനകത്ത് നടക്കുന്നുണ്ട്. ഒരുപാട് വിഷയങ്ങളുണ്ട്. അതെ. അപ്പോൾ ആ കുട്ടികളെ, ഈ സ്ത്രീകളെ രക്ഷിക്കുക, അതിന് മാർഗം എന്ന് പറയുന്നത് റെയിൽവേക്കകത്ത് തന്നെ സേഫ്റ്റി പോലീസിനെ നിർത്തുക. ക്യാമറയൊക്കെ അവർ വെക്കുന്നുണ്ടെന്ന് പറയുന്നു, പക്ഷെ അതൊന്നും റെയിൽവേക്കകത്ത് തന്നെ, വണ്ടിക്കകത്ത് തന്നെ സേഫ്റ്റി പോലീസിനെ നിർത്തി കർശനമായ നടപടി കൈക്കൊള്ളാനുള്ള ഓരോ ബോഗിയിലും ഓരോ പോലീസ് ഉണ്ടെങ്കിൽ അത്രയും നല്ലതെന്നാണ് പറയുന്നത്. ബോഗിയിലും ഓരോ പോലീസിനെ നിർത്തുക, അത് തന്നെയാണ് മാർഗം. വേറെ ഇതിനകത്ത് ഒരു മാർഗവും ഇല്ല. അതെ. പോലീസിന്റെ സംരക്ഷണം എന്ന് പറയുന്നത് വണ്ടിക്കകത്ത് ഓരോ ബോഗിയിലും ഓരോ പോലീസിനെ നിർത്തി സംരക്ഷിക്കുക, അതിനുള്ളൊരു മാർഗം റെയിൽവേ നടപ്പിലാക്കുക, അതേ ഉള്ളൂ. അതാണ് നടപ്പാക്കേണ്ടത്. അല്ലെങ്കിൽ ഇനിയും ഇതുപോലെ പെൺകുട്ടികൾക്ക് ജീവഹാനി സംഭവിക്കും. അന്നും സർക്കാർ 2 ദിവസം കരയും, വീണ്ടും 3ന്റെ ഇതെല്ലാം എല്ലാവരും മറക്കും. ഇതേപോലെ സംഭവിക്കും. കോടതി ആയാലും മറ്റെന്തായാലും എന്ത് നിയമം വന്നാലും നടപ്പിലാക്കേണ്ടത്, കോടതി ഉത്തരവിടുന്നതേ ഉള്ളൂ, നടപ്പിലാക്കേണ്ടത് സർക്കാരാണ്. തീർച്ചയായിട്ടും സർക്കാരാണ് സംരക്ഷിത മാനദണ്ഡം കണ്ടെത്തേണ്ടത്. ഒരു പെൺകുട്ടിയെ സംരക്ഷിക്കുവാനുള്ള മാനദണ്ഡം കണ്ടെത്തേണ്ട മാർഗം സർക്കാരിൻ്റെ കയ്യിലാണ്, റെയിൽവേയുടെ കയ്യിലാണ്. അപ്പോൾ റെയിൽവേ, എൻ്റെ ഒരു അഭിപ്രായം, എല്ലാ ബോഗിയിലും പോലീസിനെ നിർത്തി സംരക്ഷിക്കുവാനുള്ളൊരു മാർഗം അടിയന്തരമായി ചെയ്യണമെന്നാണ് ഞാൻ നിർദ്ദേശിക്കുന്നത്. സ്ത്രീകൾക്ക് ഇപ്പോൾ സുരക്ഷിതം കുറവാണ്. അന്ന് ഗോവിന്ദചാമിയുടെ ഒരു വിഷയത്തോടു കൂടി ഭയങ്കര ഇതുണ്ടാക്കും, സുരക്ഷ എല്ലാം ചെയ്യുമെന്നൊക്കെയാണ് സർക്കാർ പറഞ്ഞത്. സുരക്ഷ അല്പം കുറവാണ്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സ്ത്രീകൾക്ക് സുരക്ഷ കൊടുക്കാൻ വേണ്ടി ഒരു സെക്യൂരിറ്റിയെ ഏർപ്പെടുത്തുക, അതാണ് ഏറ്റവും ഗുണപരമായത്. ഓരോ ബോഗിയിലും പറ്റുമെങ്കിൽ അല്ലേ, എല്ലാ ബോഗികളിലും ഓരോ സുരക്ഷയ്ക്കായി ഓരോ പോലീസ് ഉദ്യോഗസ്ഥരെ നിർത്തുക. കഴിയുന്നത് മദ്യപിച്ച് കൊണ്ടുവരുന്ന ആൾക്കാരുടെ ട്രെയിൻ കയറ്റാതെ ഇരിക്കുക, യാത്ര അവരെ യാത്ര ചെയ്യാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ്. കാരണം സ്ത്രീകൾക്ക് നേരെ ഒന്നല്ല, ഒരുപാട് വിഷയങ്ങൾ ഇതിപ്പോൾ വന്നിരിക്കുന്നത്. ഇപ്പൊ തന്നെ ആ കുട്ടിക്ക് നേരെ ഒരാൾ രക്ഷപ്പെട്ടു, ആ മറ്റേ കുട്ടിയുടെ നില അതീവ ഗുരുതരമായിട്ട് തന്നെയാണ് തുടരുന്നത്. ഇനിയുള്ള പെൺകുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അതെ, തീർച്ചയായിട്ടും അതിനുവേണ്ട സുരക്ഷ സർക്കാർ ഉറപ്പാക്കണമെന്നുള്ളതാണ് നമ്മുടെ ഈ റെയിൽവേയുടെ സുരക്ഷ. പുറത്ത് പോലീസിനെ നിർത്തിയിട്ട് കാര്യമുണ്ടെന്നുള്ളതാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിതമാണോ? സുരക്ഷിതമാണ്. ട്രെയിനിൽ സ്ത്രീകൾക്ക് യാത്ര ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇപ്പൊ ഇടയ്ക്ക് 1-2 വിഷയങ്ങൾ ചേച്ചി കേട്ടായിരുന്നില്ലേ? അപ്പൊ അത് സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ കൂടുതൽ നടക്കുന്ന ട്രെയിനകത്തല്ലേ അല്ലേ? ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം? തെറ്റാണ്. അല്ല, അത് കൂടുതലല്ലേ നടക്കുന്നത്? കൂടുതലാണ് നടക്കുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് അതാണ് നടക്കുന്നത്. ട്രെയിനിനകത്തുള്ള പ്രശ്നമാണ് പെൺകുട്ടികൾക്ക് നേരെ നടക്കുന്നത്. സ്ത്രീകൾക്ക് സുരക്ഷിതമാണോ? അല്ല, ഇപ്പൊ കേട്ടല്ലോ, നമ്മൾ കുറച്ച് വാർത്തകളൊക്കെ കേൾക്കുന്നുണ്ട്. ഏത് യാത്രയാണെങ്കിലും രാത്രി യാത്രകളൊക്കെ സ്ത്രീകൾക്ക് എത്രത്തോളം സുരക്ഷിതമാണെന്നുള്ളതാണ്. ഏതാണ് പ്രിഫർ ചെയ്യുന്നത്? ബസ് യാത്രയാണോ അതോ ട്രെയിൻ യാത്രയാണോ സുരക്ഷിതം? സ്ത്രീകൾക്ക് നാട്ടിൽ പോകുമ്പോൾ മാത്രമേ ട്രെയിനിൽ പോകാറുള്ളൂ. അപ്പോൾ ഹസ്ബൻഡ് ഉണ്ടാവാറുണ്ട് കൂടെ രാത്രി യാത്രയാണെങ്കിൽ. അല്ലെങ്കിൽ ഏത് ഇതാണ് തിരഞ്ഞെടുക്കുന്നത്? എനിക്ക് താല്പര്യം ബസ്സാണ്. ആണ്, കുറച്ചും കൂടെ സേഫ്റ്റിയാണ്. ആണല്ലേ, ബസ് തന്നെയാണ്. ട്രെയിൻ യാത്ര കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ സ്ത്രീകൾക്ക്? യാത്ര ചെയ്തിട്ടില്ല ട്രെയിനിൽ. ഇല്ല, എന്നാലും കേൾക്കുന്ന വാർത്തകൾ വെച്ച് നോക്കുമ്പോൾ നമുക്ക് യാത്ര ചെയ്യാനായിട്ട്, കേൾക്കുന്ന കാണുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞ പേടി തോന്നാം. എവിടെ നിന്നാലും നമ്മളെ സേഫ്റ്റി അല്ല. അതെ, തീർച്ചയായിട്ടും സ്ത്രീകൾ ഒരിടത്തും സേഫ്റ്റി അല്ല എന്നുള്ളതാണ്. പക്ഷേ ഈ രാത്രി യാത്രകൾക്ക് എല്ലാവരും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ട്രെയിനാണ്. കാരണം ഒന്ന് റെസ്റ്റ് ചെയ്ത് പോകാൻ. പക്ഷെ ഇപ്പം അതാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് അല്ലേ നമ്മൾ കാണുന്നതൊക്കെ. അതെ, അപകടങ്ങൾ തന്നെയാണ് നമ്മളെല്ലാവരുടെയും കാണുന്നത് തന്നെ. ആരിലും ഒരു നന്മയില്ല എന്നുള്ളതാണ് സത്യം. ആർക്കും ജീവിക്കുന്നത്, അവരോ ജീവിക്കുന്നില്ല, വേറെ ആരും ജീവിക്കേണ്ട. സത്യം, അതാണ് സത്യം. യാത്രയ്ക്കപ്പം കൂടുതൽ ബസ്സാണ് നല്ലത്. ബസ്സാ താല്പര്യം. എവിടുത്തെ